മധ്യ കേരളത്തിലെ ഓണം കളിവേദികളിൽ അരങ്ങ് കീഴടക്കാൻ അതിരപ്പിള്ളിയിലെ പെൺപുലികൾ. ശ്രീ ബാലഭദ്ര അതിരപ്പിള്ളി എന്ന വനിതകളുടെ ഓണം കളി സംഘമാണ് ആകർഷകമായ പാട്ടുകളും ചടുലമായ ചുവടുകളുമായി രണ്ടാം വർഷവും രംഗത്തെത്തിയിട്ടുള്ളത്. 18 വർഷം മുൻപ് തിരുവാതിരക്കളി സംഘമായിട്ടായിരുന്നു ഇവരുടെ തുടക്കം. പിന്നീട് പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന ഓണം കളിയിൽ വനിതകൾ എത്തി തുടങ്ങിയതോടെ ഇവരും ഇതിലേക്ക് മാറുകയായിരുന്നു. പെൺകരുത്തിന്റെ കൂട്ടായ്മയിൽ 2023 ഉടലെടുത്ത സംഘത്തിൽ ഉണ്ടായിരുന്നത് 20 പേർ. പിറ്റേ വർഷം വളയിട്ട സംഘത്തിന്റെ എണ്ണം 23ആയി. ഇവരുടെ കളിയുടെ ചാരുതയും ഗാനാലാപനത്തിന്റെ മാധുര്യവും ചടുലമായ ചുവടുകളും ഓണം കളി ആരാധകർ ഏറ്റെടുത്തപ്പോൾ ആദ്യ സംരംഭത്തിൽ തന്നെ പ്രദർശന കളികളും മത്സര കളികളുമായി വേദികൾ പലതും കിട്ടി. ശ്രീ ബാലഭദ്രയുടെ ടീം ക്യാപ്റ്റൻ സരിതയും ചുവട് ക്യാപ്റ്റൻ പ്രസീതയുമാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഓണം കളി സീസണും നാടൻ ഉത്സവവേദികളിലെ അരങ്ങുകളും പ്രതീക്ഷിച്ചാണ് ഇവർ കലാപ്രവർത്തനം നടത്തുന്നത്. പരിശീലകനായ സനൂപ് പുഞ്ചിരിയാശാന്റെ മേൽനോട്ടത്തിൽ മൈതാനങ്ങളിലെ പുരുഷാരത്തിനു മുന്നിൽ അരങ്ങ് തകർക്കാൻ 12ൽ പരം വ്യത്യസ്ത ചുവടുകളുമായാണ് 23ഓളം പെൺപുലികൾ എത്തുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ ഓണം കളി സംഘത്തിലെ അംഗങ്ങളാണ്. അതിരപ്പിള്ളി വിനോദസഞ്ചാര മേഖലയിലും വനസംരക്ഷണ സമിതി തുടങ്ങിയ വിവിധ മേഖലകളിലും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് മിക്കവരും. മത്സരക്കളികളിൽ മികവ് വർദ്ധിപ്പിക്കാൻ ഒഴിവ് സമയങ്ങളിൽ വാശിയേറിയ പരിശീലനത്തിലാണ് സംഘാംഗങ്ങൾ. ഞങ്ങള് ഒരു 18 വർഷം മുന്നേ തിരുവാതിരക്കളി ആണ് ഈ ടീമിൽ തുടങ്ങി വെച്ചത്. തിരുവാതിരക്കളി മാറി അതിന്റെ ഒരു ഹൈലൈറ്റ് മാറി അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ തിരുവാതിരക്കളിയായിട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ എല്ലാ വേദികളിലും കാണുന്നത് സ്ത്രീകളുടെ ഓണംകളിയാണ്. അപ്പൊ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി ഓണംകളി കണ്ടു. അപ്പൊ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾക്കും ഓണംകളി ഒന്ന് കളിച്ചു നോക്കാന്നുള്ളതില് ചെറുതായിട്ട് തുടങ്ങിയതാണ്. തുടങ്ങാൻ തന്നെ കാരണം ഞങ്ങളുടെ ടീമില് മുൻ അംഗമായിരുന്ന സംഗീത ഉണ്ണികൃഷ്ണനാണ് നമുക്കന്ന് ഓണംകളി എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ സംഗീതയും ഞങ്ങളുമായിട്ടാണ് ആ ടീം ഓണംകളിയായിട്ട് മാറുന്നത്. അപ്പൊ അതില് ഒരു ആശാനെ കൊണ്ടുവന്നതും സംഗീത തന്നെയാണ്. ഞങ്ങളത് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷം പല സ്ഥലങ്ങളിലായിട്ട് പ്രദർശനക്കളി മത്സരക്കളിയുമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞ വർഷം 10 ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷം വരുന്ന പലരും ഇങ്ങനെ മാറി മാറി ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഈ വർഷം നമ്മുടെ ടീമിൽ 20 ആളാണുള്ളത്. സംഗീതം ഇപ്പം നിലവിൽ ഇല്ല നമ്മുടെ ടീമിൽ. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് 15, 16, 17, 18 തീയതികൾ തുടർന്നുള്ള സമയങ്ങളിൽ പരിപാടി ഉണ്ട്. ഇതിലൊരു 12 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകളാണ് ഈ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാളെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. നല്ല രീതിയിൽ ഞങ്ങളെല്ലാവരും സഹകരിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് പോണത്. ഇതിലെല്ലാവരും മുതിർന്ന ആളുകളൊക്കെ ഒരേ തരത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പലരും ആരും വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരില്ല. പല കളിസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരാണ് ഇതിലേക്ക് ഇറങ്ങണമെന്ന്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇതിൽ പലർക്കും ഇത് കളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എത്തിപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഞാനായിരുന്നാലും പ്രസീതി ആയിരുന്നാലും ഇതിൽ പലരും പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. വൈകുന്നേരങ്ങളിലെ സമയങ്ങളിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ആശാൻ സനൂപ് പുഞ്ചിരിയാണ്. അദ്ദേഹം വൈകുന്നേരങ്ങളിലാണ് വന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. വൈകുന്നേരം ഒരു 6:30 മുതൽ 9:30 വരെയാണ് ഞങ്ങൾക്ക് പ്രാക്ടീസ് നടക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഈ കൂട്ടായ്മ മുന്നോട്ട് പോണ്. മറ്റുള്ള ജനങ്ങളുടെയും ഞങ്ങളുടെ പ്രദേശവാസികളുടെയും എല്ലാവരുടെ സഹകരണത്തോടു കൂടിയാണ് മുന്നോട്ട് പോണത്. ഓണംകളി എന്നുള്ള കലാരൂപം കേരളത്തിൽ മധ്യ കേരളത്തിൽ അതായത് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഓണത്തിന് 10 ദിവസവും പരിപാടികൾ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. കൂടുതലായിട്ടും തൃശ്ശൂർ ജില്ലയിലാണ് നടക്കാറ്. ഓണംകളിയിലെ പ്രധാന കഥാപാത്രങ്ങളും കഥകളും എന്ന് പറയുന്നത് രാമായണമാണ്. രാമായണത്തിലെ ഓരോ കഥകളും ഗാനങ്ങളാക്കി മാറ്റി അതിന് ചുവട് വെച്ച് കളിക്കുന്നതാണ് ഞങ്ങൾ ഓണംകളിയായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ കാണികൾക്ക് മുന്നിൽ സ്വീകരിക്കാനായിട്ട് നൽകുന്നത്.